ധന്യരാമൻ, ശരിയാണ്, ഒരു കേസാണ് ഇത്. ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി അത്തരം ഒരു ബലപ്രയോഗമൊക്കെ ആവശ്യമായൊരു ഘട്ടമുണ്ടാകാം. പക്ഷേ ഇവിടെ നാം കാണേണ്ടത് അതിൻ്റെ മെറിറ്റ് കൂടിയാണ്. ശരിയാണ്, കോടതി വിധിയുണ്ട്. പക്ഷേ ആ കോടതി വിധി ഏതർത്ഥത്തിലാണ് നടപ്പാക്കാൻ എത്തേണ്ടത്? അവിടെ പോലീസ് ഉപയോഗിക്കേണ്ട സമീപനം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ തന്നെ ധന്യരാമൻ, നേരത്തെ തന്നെ ഈ കേസ് 50 വർഷമായി നടക്കുന്നതാണ്. പക്ഷേ ഇതുപോലെ പല വിധത്തിലുമുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് ഇതുപോലെ പെരുമാറിയിട്ടില്ല. ഉന്നതി നിവാസികളായ പാവങ്ങളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറി ആ സ്ത്രീകളുടെ തലയിലടിക്കുന്നു, വൃദ്ധരെ ചവിട്ടി അരയ്ക്കുന്നു, പലരെയും വലിച്ചിഴയ്ക്കുന്നു. കുട്ടികൾ കരഞ്ഞുകൊണ്ട് ആ ഭീകരാന്തരീക്ഷത്തിൽ അവർ ഭയപ്പാടോടി മാറി നിൽക്കുന്നു. പട്ടികജാതിക്കാരാണ്, അവരോടാണ് ഈ ക്രൂരത കാട്ടുന്നത്. ധന്യരാമൻ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ട് പരിശീലിച്ച മനുഷ്യരാണ് ഞങ്ങള്. മുത്തങ്ങ സമരം തൊട്ട് ഇങ്ങോട്ടേക്ക് മനുഷ്യജീവൻ പോയതും 2012 പെരിഞ്ചാംകുട്ടി സമരം നിങ്ങൾക്ക് അറിയാലോ. 400 മനുഷ്യരെ പോലീസും ഫോറസ്റ്റും ഡിപ്പാർട്ട്മെന്റിലെ 400ഓളം ഉദ്യോഗസ്ഥർ വന്നിട്ട് സന്ധ്യക്ക് കൂലിപ്പണി കഴിഞ്ഞു വന്ന മനുഷ്യരെ പിടിച്ചു വലിച്ച് നേരെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് ചെറിയ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാര് ഇല്ലിക്കാട്ടിലേക്ക് എറിഞ്ഞിട്ട് പോയി. 3 ദിവസം കുഞ്ഞുങ്ങളവിടെ വെള്ളമില്ലാതെ കിടന്നിരുന്നു. ചരിത്രം ഒരുപാടുണ്ട് ഭൂസമരങ്ങൾക്ക് കേരളത്തിന്. ഇത്തരം കോടതി ഉത്തരവുമായി വരുമ്പോൾ അതിനൊരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അട്രോസിറ്റി നിയമം? ഞങ്ങളെ പരീക്ഷിക്കാനാണ്. ഞങ്ങൾ ഇതുവരെ കരകയറാത്ത മനുഷ്യരാണ്. അപ്പൊ ഈ ഭൂമി വിഷയങ്ങളൊക്കെ ഇപ്പൊ രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 5.5 ലക്ഷം ഹെക്ടർ ഭൂമിയാണ് തിരിച്ചു പിടിക്കാനുള്ളത്. ഒരു മിച്ചഭൂമിയുടെ ഈ സർവേകൾ പൂർത്തിയായിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേരളത്തിൽ ഒരു ഭൂമി സമരം വരുന്ന സമയത്ത് ഞങ്ങളെ ഏത് കോടതി വിധിയാലും ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ലാത്തത് കോടതികളെയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഓരോ വിധികളൊക്കെ വരുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല, നിയമപാലകർക്ക് തന്നെ മനസ്സിലാവില്ല. അങ്ങനെയുള്ളിടത്ത് ഞങ്ങളോട് കാണിക്കേണ്ട സമീപനം കുറച്ചും കൂടി മാന്യമായിട്ടുള്ളതാവാം. ഇവിടുത്തെ ക്രിമിനൽ കേസിലെ പ്രതികളൊക്കെ ജയിലിൽ കിടന്നു വന്നവർക്ക് പോലും പോലീസിന്റെ പരിരക്ഷ കിട്ടുന്ന ഒരിടത്ത് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടതുണ്ടോ എന്ന് പോലീസ് മേധാവി ഒന്ന് സ്വയം ഒന്ന് അതാണ് അത് വ്യക്തമാണ് ധന്യരാമൻ. കാരണം ധന്യരാമനും ചോദിക്കുന്നത് പോലീസിന് എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഭാവം ഉടനെ വരുന്നത്? ഇങ്ങനെ ക്രൂരതയായിട്ട് അവർക്ക് ഇപ്പോൾ പെരുമാറാനാവുന്നത് എങ്ങനെയാണ്? ഈ മാറ്റം എങ്ങനെയാണ് അവർക്ക് ഈ പാവങ്ങളോട് ക്രൂരത കാട്ടാൻ ഇപ്പോൾ ആകുന്നത്? ഈ ചോദ്യമാണ് ധന്യരാമനും ചോദിക്കുന്നത്.